നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷവും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്തയ്ക്കുള്ള സ്വീകരണവും സെപ്റ്റംബർ 7 നടക്കും. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നിരവധി സാമുദായിക സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് രൂപം നൽകിയതായും പാലക്കാട് രൂപത മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഒരു വർഷം മുമ്പ് തന്നെ ആരംഭിച്ചു. ഇടവകയ്ക്ക് കീഴിലെ 11 ഫോറാനകളെയും 14,250 വീടുകളെയും വിശ്വാസികളെയും സഭാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. നിലവിൽ സഭ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കൂടുതൽ സാമുദായിക സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ കൂടുതൽ ആരംഭിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതും ലഭിക്കേണ്ടതുമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ക്ഷേമ കേന്ദ്രം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം നിയമസഹായവും ലഭ്യമാക്കും. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഇടപെടുന്ന പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലീകരിക്കും. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി 50 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. വയനാട് ദുരിതാശ്വാസ നിധി സുവർണ ജൂബിലി ആഘോഷത്തിൽ കൈമാറും. സുവർണ ജൂബിലി ആഘോഷത്തിൽ സഭാനാഥന്മാർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും സഭാവിശ്വാസികളും പങ്കെടുക്കുമെന്നും പാലക്കാട് രൂപത മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. വികാരി ജനറൽ മോസിഞ്ഞോർ ജിജോ ചാലയ്ക്കൽ, PRO ഫാദർ ജോബി കാച്ചപ്പള്ളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജൂബിലി അനന്തര വർഷങ്ങൾ പ്രോഗ്രാം, ജൂബിലിക്ക് മുൻപ്, ജൂബിലി വർഷം, ജൂബിലിക്ക് ശേഷം എന്ന രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ടുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയത്. ജൂബിലിയുടെ ചിന്തകൾ ഉണ്ടായപ്പോൾ തന്നെ പ്രകാരം ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഓരോ മാസവും നിശ്ചിത പരിപാടികൾ ക്രമീകരിച്ച് അത് വേണ്ടതുപോലെ നടത്തി വന്നിരുന്നു. രൂപതയുടെ ഈ ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമായും രൂപതാ തലത്തില്, ഫൊറോന തലങ്ങളില്, ഇടവക തലങ്ങളില്, കുടുംബ തലങ്ങളില്, ഇങ്ങനെ വിവിധ മേഖലകളിലാണ് ജൂബിലിയുടെ വിവിധ പരിപാടികൾ നടത്തിയിരുന്നത്. ഇതിന്റെ എല്ലാറ്റിന്റെയും സമാപനം എന്ന നിലയിൽ രൂപതാ തലത്തിലുള്ള ജൂബിലി ആഘോഷ സമാപനമാണ് ഈ സെപ്റ്റംബർ 7 ശനിയാഴ്ച നടത്തപ്പെടുന്നത്. ജൂബിലിയുടെ മനോഹരമായ നടത്തിപ്പിന് വേണ്ടി ഒരു 115 അംഗ ജനറൽ കമ്മിറ്റിയും അതുപോലെ 15ഓളം വരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അശ്രാന്ത പരിശ്രമം മൂലം എല്ലാ പ്രോഗ്രാമുകളും, പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ പരിപാടികളും വളരെ മനോഹരമായി ജൂബിലി വർഷത്തിൽ. ഇനി ഇതിന്റെ ജൂബിലി വർഷത്തിലെ അല്ലെങ്കിൽ അതിന്റെ സമാപന സമയങ്ങളിലെ ചടങ്ങുകൾ, പരിപാടികൾ, അതിനോട് ചേർത്ത് സിറോ മലബാർ സഭയുടെ പിതാവ് തലവനുമായ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് പാലക്കാട് രൂപത ഔദ്യോഗികമായ സ്വീകരണവും ഒരുക്കുകയാണ്. രൂപതയുടെ സുവർണ ജൂബിലി സമാപനവും മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്വീകരണവും സംയുക്തമായിട്ടാണ് ഈ 7 ശനിയാഴ്ച പ്രോഗ്രാം നടത്തപ്പെടുന്നത്. വിവിധ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ വിവിധ പരിപാടികൾ